സർക്കാരിന്റെ വാദങ്ങൾ ശരിയാണോ? അത് പൊളിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ രേഖ. പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ രേഖാമൂലം മറുപടി നൽകിയിട്ടുണ്ട്. പിന്മാറുന്ന സംസ്ഥാനങ്ങൾക്ക് ആനുകൂല്യം നഷ്ടമാകുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി അറിയിച്ചു. PMC പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന സംസ്ഥാനങ്ങൾക്ക് എന്തു പ്രത്യാഘാതം ഉണ്ടാകുമെന്നായിരുന്നു അബ്ദുൽ വഹാബിന്റെ ചോദ്യം. കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല എന്നും ഇതുവരെ PMC ഫണ്ട് വാങ്ങിയിട്ടില്ല എന്നും ഇന്നലെ ജെബി മേത്തറുടെ ചോദ്യത്തിന് വിദ്യാഭ്യാസ മന്ത്രാലയം മറുപടി നൽകിയിരുന്നു. വിവരങ്ങളുമായി ആദിൽ പാലോട് ചേരുകയാണ്. അതിൽ യഥാർത്ഥത്തിൽ ജെബി മേത്തറും അതിനോടൊപ്പം അബ്ദുൽ വഹാബും കാര്യങ്ങൾ വളരെ കൃത്യമാക്കിയിട്ടുണ്ട്. ഇതുവരെയും ഇതിൽ നിന്ന് പിന്മാറാമോ എന്ന സാധ്യത പോലും പരിശോധിച്ചിട്ടില്ല എന്നതുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു കാര്യം പാർലമെന്റിൽ ചോദ്യമായി ചോദിക്കേണ്ടത് പോലുമില്ല. സർക്കാരിന് നേരിട്ട് ആശയവിനിമയം നടത്താവുന്ന കാര്യമാണ്. ഇതിലെന്തോ ഇപ്പോഴിങ്ങ് കിട്ടും എന്ന രീതിക്കായിരുന്നു ചോദ്യമായി പോയത്. കൃത്യമായി കിട്ടിയിരിക്കുന്നു. ഉറപ്പായും UDF എംപിമാരുടെ ചോദ്യങ്ങൾ തന്നെ UDF സർക്കാരിനെതിരെ തിരിഞ്ഞുകൊത്തുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച. ഇന്നലെ ജെബി മേത്തറെങ്കിൽ ഇന്ന് PV അബ്ദുൽ വഹാബിന്റെ ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടിയാണ് UDFനെ തന്നെ വെട്ടിലാക്കിയിരിക്കുന്നത്. ഒരു തരത്തിലും പിന്മാറാനാകാത്ത വിധം ഊരാക്കുടുക്കിൽ പെട്ടുപോയി PM ശ്രീയിൽ എന്നായിരുന്നു ആദ്യം മുതൽ VD സതീശനും വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ വാദങ്ങൾ പച്ചക്കള്ളമാണ്. വാദങ്ങൾ പൊളിയുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. PV അബ്ദുൽ വഹാബാണ് സംസ്ഥാനങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്മാറാനാകുമോ എന്നും പിന്മാറിയാൽ എന്ത് പ്രത്യാഘാതമാണ് പദ്ധതിയിൽ മേൽ സംഭവിക്കുക എന്ന ചോദ്യം ചോദിച്ചത്. അതിന് മറുപടിയായി രാജ്യസഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി മറുപടി നൽകിയത് പിന്മാറുന്ന സംസ്ഥാനങ്ങളുടെ PM ശ്രീ വിഹിതം ആനുകൂല്യം നഷ്ടപ്പെടും എന്നത് മാത്രമാണ് പ്രത്യാഘാതം എന്ന് വിശദീകരിച്ചത്. ഈ വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്മാറാനുള്ള ഒരു അവകാശം സംസ്ഥാനങ്ങൾക്ക് അപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും പിന്മാറാൻ ഒരു സാധ്യതയും ഇല്ലായിരുന്നെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഒരു തവണ ഒപ്പിട്ടാൽ പിന്നീട് പിന്മാറാൻ കഴിയില്ല എന്നോ മറ്റേതെങ്കിലും ഫണ്ടുകൾ തടഞ്ഞു വെക്കുമോ എന്നോ പറയാമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. PM ശ്രീയുടെ ആനുകൂല്യം വിഡ്രോ ചെയ്താൽ നഷ്ടപ്പെടും എന്നാണ്. ഏതായാലും നേരത്തെയുള്ള വാദങ്ങൾ മുഴുവൻ പൊളിയുന്നതാണ് ഇന്ന് നമ്മൾ കണ്ട കാഴ്ച. രാജ്യസഭയിൽ PV അബ്ദുൽ വഹാബിന്റെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ഈ വാദം പൊളിക്കുന്ന രേഖ കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്നത്. ഒപ്പം ഇത് രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുന്ന കാഴ്ച കൂടി ഇന്ന് നമ്മൾ ദില്ലിയിൽ കണ്ടു. ദില്ലിയിലെ ഇടത് എംപിമാർ ജോൺ ബ്രിട്ടാസും A റഹീമും മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു വിമർശനം ഉന്നയിച്ചത്. നുണരോഗമാണ് VD സതീശന് എന്ന പ്രതികരണം A റഹീം നടത്തുകയാണ്. U-ടേൺ അടിക്കുന്ന സർക്കാരാണ്. അങ്ങനെയുള്ള ഒരു അവാർഡ് ഉണ്ടെങ്കിൽ സതീശൻ സർക്കാരിന് നൽകണമെന്ന് ജോൺ ബ്രിട്ടാസും പറയുന്നു. ആ രൂപത്തിൽ UDF എംപിമാരുടെ ചോദ്യങ്ങളുടെ മറുപടി UDF സർക്കാരിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുന്ന CPM നേതാക്കളെ ഇന്ന് നമ്മൾ കണ്ടു. ഏതായാലും UDF എംപിമാരുടെ ചോദ്യങ്ങൾ തിരിഞ്ഞുകൊത്തുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ദില്ലിയിൽ. ആദിൽ പാലോടാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നപ്പോൾ മുതൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഒപ്പുവെച്ചു പോയതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന്. നമ്മൾ നോക്കൂ പ്രിയ പ്രേക്ഷകരെ, പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനം, പഞ്ചാബ് ഇതിൽ നിന്ന് പിന്നോട്ട് പോയി ആദ്യഘട്ടത്തിൽ. പിന്നീട് അവർ ആ പദ്ധതിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു എന്നതുകൂടിയാണ്. അപ്പോൾ പിന്നോട്ട് പോയി എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. PM ശ്രീയുമായി ബന്ധപ്പെട്ട് നൽകാം എന്ന് പറഞ്ഞ പണം നൽകാൻ കഴിയില്ല എന്നതാണ്. അതിന് അവർക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്ന്, ഈ കരാറിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തെ അങ്ങ് പുറത്താക്കി കളയും അല്ലെങ്കിൽ പിരിച്ചുവിട്ട് കളയും എന്നൊന്നുമില്ല. നിലപാടാണോ കിട്ടുന്ന പണമാണോ വലുത് എന്ന് പറഞ്ഞാൽ മതി. ഇനി കിട്ടുന്ന പണമാണോ വലുത് മതി. ആദ്യം വലിയ തോതിലുള്ള ഈ ധാർമ്മികതാ പ്രസംഗം നടത്താതിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ട് ഞങ്ങൾക്ക് നിലപാടും വേണം, ഞങ്ങൾക്ക് ഇമേജും വേണം, ഞങ്ങൾക്ക് പണവും വേണം എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം.